അപ്പോൾ കിട്ടിയ 2 മീനെ കാണിക്കണ്ടേ? ഇതെന്താ സംഭവം? ഏതാ പരലല്ലേ ഇത്? മുണ്ടത്തി പരല്. ആ ബക്കറ്റ് കാണിച്ചേ. അടിപൊളി. പിന്നെ കട്ട്ളയുടെ കുട്ടികളുണ്ട്. ഓ ഓക്കെ, ഇതാ നല്ലൊരു മീനെ കൊണ്ട് വരണം. വേണ്ട കാണിച്ചേ. അടിപൊളി. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പൂവത്രക്കുളം വറ്റിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സഹോദരന്മാരിവിടെ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അവരോടെ കൊണ്ടുവരണം. ഹലോ ഫ്രണ്ട്സ്, എന്താ പേര്? ഷിഹാബ്. എവിടെ സ്ഥലം? എവിടെ? കോടനാട്. അപ്പുറത്ത്, പാടത്തിൻ്റെ അപ്പുറത്ത്. ഓക്കെ. എന്താ ഏട്ടൻ്റെ പേരെന്താ? വിനീഷ്. എന്താ പേര്? അപ്പോൾ ഗൈസ്, ഇപ്പോൾ കിട്ടിയ 2 മീനെ കാണിക്കണ്ടേ? ഇതെന്താ സംഭവം? ഏതാ പരലല്ലേ ഇത്? മുണ്ടത്തി പരല്. ആ ബക്കറ്റ് കാണിച്ചേ. അടിപൊളി. പിന്നെ കട്ട്ളയുടെ കുട്ടികളുണ്ട്. ഓ, കട്ടയുടെ കുട്ടികളല്ലേ? അപ്പോൾ അത് വന്ന് കൂടിയതാവും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, സംഭവം എന്താ വെച്ചാൽ കുളം കംപ്ലീറ്റ് വറ്റിയിരിക്കുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് ഫുൾ മീനും ചത്തുപോകും. അപ്പോൾ പിടിച്ച് കിട്ടിയാൽ അത് ലാഭം എന്നുള്ളതാണ് വസ്തുത അല്ലേ? അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ടൈം പാസ് അതും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ വന്ന് കുളം ക്ലീൻ ആക്കാറിലാണ്. ഈ കുപ്പിച്ചില്ലൊക്കെ കയറ്റാറുണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പോൾ വല ഇടാം കേട്ടോ. വല പരത്തിയിട്ടിട്ട് അത് തപ്പി പിടിക്കുക അല്ലേ? ഓക്കെ. അത് കുഴപ്പമില്ല. അപ്പോൾ വല പരത്തിയിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മീൻ ഇപ്പോൾ തന്നെ വലയുടെ അകത്ത് കയറിയിട്ടുണ്ട്. വലയുടെ ഉള്ളിൽ കല്ലൊക്കെ കൊടുക്കണം. അവിടെ അദ്ദേഹത്തിന് മീൻ കിട്ടിയിട്ടുണ്ട്. അത് കാണിച്ചാൽ അടുത്തേക്ക് കാണിക്കാം. ഈ അത് മുമ്പത്ത് മാറുന്നവിടെ. അടിപൊളി. ഗൈസ്, ഒരു മീനവിടെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്താ കട്ടിലാണോ അതോ? കട്ടിലാണ്. ഇപ്പോൾ കട്ടില മീൻ ആണ് കുടുങ്ങിയിരിക്കുന്നത്. ഇത് ഒരു കാലത്ത് മഴ സമയത്തൊക്കെ വന്ന് കയറുന്നതാണ് കേട്ടോ ഈ കുളത്തിൽ. ഏതെങ്കിലും ഫാമിൽ നിന്നൊക്കെ വന്ന് കയറുന്നതാണ്. ഓക്കെ, ഇതാ നല്ലൊരു മീനെ കൊണ്ട് വരണം. വേണ്ട കാണിച്ചേ. അടിപൊളി. ഓക്കെ ഓക്കെ. നല്ലൊരു കട്ടിലാണ്. അപ്പോൾ ഒരു ബക്കറ്റിലേക്ക് ഇടാം. തുറന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ എന്താ കട്ടിലുണ്ട്, മുണ്ടത്തിപ്പരലുണ്ട്. വേറെ എന്താ പറയുക? കണ്ണല്ലല്ലോ? ഇല്ല, കണ്ണല്ല. ചിലപ്പോൾ വയറിലാവും കേട്ടോ. വയറിലാവാതൊക്കെ മതി, ധാരാളമാണ്. എന്താ പരല്? എന്താ? ഉണ്ട്. വീഡിയോ ഒരു 300 ഉണ്ട്. ഓഹോ ഓഹോ. അപ്പോൾ ഗൈസ്, ഇത് വലയിട്ടിട്ട് വലയെ കൂടെ ഇങ്ങനെയൊക്കെ തപ്പി പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പിടിക്കണ്ട തേക്കന്മാര്. എവിടെ? ഏതിലാ? ചൈനാട്ടോളം. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം ചൈനാട്ടോളത്തിൽ വെള്ളം കയറിയിട്ടില്ല.
അപ്പോൾ ഇട്ട വല വലിച്ചേറ്റാണ്. നേരത്തെ കുടുങ്ങിയ പരല് നമുക്ക് കിട്ടിയാ? അത് പോയോ? ആ നല്ല കരിയിലുണ്ട്. ഇത് പരലാണല്ലോ അല്ലേ? മുണ്ടത്തി പരല. ഇത് മുണ്ടത്തിയാ. മുണ്ടത്തിയുണ്ട്, വയമ്പുണ്ട്. വയമ്പുണ്ടല്ലേ? ഓ, വയമ്പ് കൂടുതൽ പുഴയിലാണ് കണ്ടിട്ടില്ല. വയമ്പിനൊക്കെ കിട്ടാൻ ഇവിടെ പാടപ്പം. മുന്നൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്, പുഴയിൽ ചിലപ്പോൾ കിട്ടാറുണ്ട്. പുഴയിലുണ്ടാവും വയമ്പ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ കുളത്തിലൊക്കെ ആദ്യം മുന്നൊക്കെ ഉണ്ടായിരുന്നു വയമ്പ്. കണ്ടമാണ്ടായിരുന്നു. ആ, ഉണ്ടായിരുന്നല്ലേ? ഇപ്പോൾ വയമ്പിന് കിട്ടാൻ പാടാ. എല്ലാം മുണ്ടത്തിയല്ല കേട്ടോ, ചിലത് പൂവാലിപ്പറലുണ്ട്. ഒരെണ്ണപ്പോൾ പൂവാലി കണ്ടു. മുണ്ടത്തിപ്പറല് നല്ല വലുപ്പമുള്ളതാണ്. പൂവാലിപ്പറല് അത്ര വലുപ്പമുള്ളതല്ല. അതിൻ്റെ വാലിൻ്റെ അറ്റത്തൊരു പൊട്ടും കളർഫുൾ വാലൊക്കെ ആയിരിക്കും. അതന്നെയാണ് പൂവാലി. മുണ്ടത്തി നല്ല വലുതല്ലേ? പേരും പറയും ഓരോ സ്ഥലത്തേക്ക്. ആയിക്കോട്ടെ. അപ്പോൾ വല ഒന്നും കൂടി ഇടുകയാണ് കേട്ടോ. നേരത്തെ ചാടിപ്പോയ പരലുണ്ട്. ഈ വലയുടെ പണിക്ക് അത് കുടിക്കാനുള്ള വെള്ളം. കത്തേ വലപ്പണിക്ക് ഇറങ്ങുമ്പോൾ കത്തിടാൻ പാടില്ല. ബനിയനെ ഇടാൻ പാടില്ല. ഞാൻ വിരിച്ചു പോരാ, സിസ്റ്റർമാര് വിരിക്കില്ലല്ലോ. ഞാൻ പോകുന്ന പറഞ്ഞില്ല, അതാണ് വിളിക്കുന്നത്. പാലൊക്കെ ഒന്ന് കത്തി വെക്കും. എന്താ ഇവിടുത്തെ കുറ്റികളൊന്നും കണ്ടിരിക്കാനാവോ? അപ്പൊ ആ കൊച്ചുകളും ഇറങ്ങി ഷർട്ട് ഇല്ലാത്ത പോകണ്ടോ? ഞങ്ങൾ ചേനാട്ടോത്തിൽ വന്നപ്പോ അവിടെ ചെക്കന്മാര് പറഞ്ഞ ഞങ്ങൾ പിടിക്കില്ല. അതാണേ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കിട്ടിയ 2 മീനുകളാണ്. ഓക്കെ.